ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളോടൊപ്പം ചർച്ച ചെയ്യുവാനുമായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് വരവേൽക്കാം. സ്വാഗതം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ഏറെ പ്രിയങ്കരനായ ഡെന്നിസ് ജോയ് സർ, ഞാൻ കണ്ണൂരിൽ നിന്നും എഴുതുന്നു. 10 വർഷമായി ഇവിടെ വീട് വെച്ച് താമസിക്കുന്നു. എനിക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലി ഉണ്ടായിരുന്നു. ആദ്യമൊന്നും എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മകളുടെ വിവാഹം കഴിഞ്ഞ് 9 മാസമായപ്പോഴേക്കും തന്നെ ഡിവോഴ്സായി. അത് കാരണം ആകെ മാനസികമായി തകർന്നു. ധനപരമായി വലിയ നിലയിലുമല്ല. ഇങ്ങനെ ഒരു പ്രശ്നം കൂടി വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. വീടിൻ്റെ ദോഷമുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. പ്ലാനും വിശദാംശങ്ങളും ഇതോടൊപ്പം വയ്ക്കുന്നു എന്ന് പി ഉണ്ണികൃഷ്ണൻ. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇത് കിഴക്കോട് ദർശനമായിട്ടുള്ളൊരു വീടാണ്. അപ്പം കിഴക്കോട് ദർശനമായ ഒരു വീടിൻ്റെ ദാമ്പത്യത്തിൻ്റെ ഭാഗവും പ്രശസ്തിയുടെ ഭാഗവും ഇതിനകത്ത് കോർണർ മിസ്സിംഗ് ആയിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ നേരത്തെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു പോർഷൻ മാത്രമായിട്ട് നമ്മൾ തള്ളിയെടുക്കാൻ പാടില്ല. ഇവർ ഫ്രണ്ടിലോട്ട് ഒരു സിറ്റ് ഔട്ട് ഇതിൻ്റെ ഈസ്റ്റ് ഭാഗത്തുനിന്ന് മാത്രമായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് കോർണറും നോർത്ത് ഈസ്റ്റ് കോർണറും മിസ്സിംഗ് ആയിപ്പോൾ നേരത്തെയുള്ള എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് കിഴക്കുവടക്ക് ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗമാണ്. ആ ഒരു ഭാഗം ഛേദിച്ചു പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങളും പ്രശ്നങ്ങളും ഈ വീട്ടിൽ താമസിക്കുമ്പോൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. പിന്നെ ഭർത്താവ് വഴക്കുണ്ടാക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുന്ന ഭാര്യയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം വെച്ചാൽ പ്രതികരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ഒരു വഴക്കുകളും ബഹളങ്ങളും ഒക്കെ വലിയൊരു ഡൈവേഴ്സിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇതിനൊരു വഴിമുട്ടിൻ്റെ പ്രശ്നം കാണുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത് ഇവരുടെ വഴിയല്ല. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇതുപോലുള്ള ഒരു വഴിമുട്ട് വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ദോഷമാണ്. അതുപോലെ അവർക്ക് പേരുദോഷങ്ങൾ കേൾക്കുകയും പൈസ ഒന്നും ആ വീട്ടിൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് വന്ന് ചേരുകയും ചെയ്യും. അതുപോലെ ഇതിൻ്റെ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും സ്പേസ് കൂടുതൽ കിട്ടത്തക്കവണ്ണം വേണം മതിൽ കെട്ടിത്തിരിക്കുവാനായിട്ട്. കാരണം വെച്ചാൽ പടിഞ്ഞാറ് ഭാഗത്തോട്ട് ഒരുപാട് സ്പേസ് കൂടുതൽ, കാരണം കിഴക്കുള്ളതിനേക്കാൾ ഒരുപാട് സ്പേസ് പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തും വളരെ കൂടുതലാണ്. കാരണം വെച്ചാൽ നമുക്കൊരു വീട് സ്ഥാനത്താക്കുക എന്ന് പറയും. നമ്മളൊരു കന്നിമൂലയിൽ ഒരു കുറ്റി അടിച്ച് തുടങ്ങുന്നത് തന്നെ മാക്സിമം തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും സ്പേസ് കുറയാനായിട്ടാണ്. അപ്പം മതിൽ കെട്ടാത്തത് കൊണ്ട് ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തും ഒരുപാട് സ്പേസാണ്. കാരണം വെച്ചാൽ വീട് മാക്സിമം കിഴക്കോട്ട് ഇറങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പം ഇതിന് മതിൽ കെട്ടുമ്പം ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കുമ്പം വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും മാക്സിമം സ്പേസ് കിട്ടത്തക്കോണം കണക്കനുസരിച്ച് പടിഞ്ഞാറ് ഭാഗവും തെക്ക് ഭാഗവും കുറച്ചെടുക്കണം. എങ്കിലേ അത് ക്ലിയർ ആവുകയുള്ളൂ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ വാസ്തുവിൻ്റെ ബലം കൂടുകയും ചെയ്യും. തൊഴിലിലൊക്കെ പുരോഗതി ഉണ്ടാവാനൊക്കെ അത് കാരണമായി തീരുകയും ചെയ്യും. ഇവരുടെ ജാതകം എടുക്കുന്ന സമയത്ത് ഇവർക്ക് പിതൃദോഷം കാണുന്നുണ്ട്. കാരണം പിതൃക്കളുടെ അപ്രീതി ഇവർക്ക് കാര്യമായി നിൽപ്പുണ്ട്. അപ്പം ഇവരുടെ മതാചാര പ്രകാരം പിതൃക്കളെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്തു പോകണം. അതുപോലെ വസ്തു സംബന്ധമായിട്ടും ചില പ്രശ്നങ്ങൾ ഇതിനകത്തുള്ള ഭൂമിയായിട്ടാണ് കാണുന്നത്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതുപോലെ ഇതിൻ്റെ നിലവിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് കാണുന്നുണ്ട്. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റും സെപ്റ്റി ടാങ്കും വന്നു കഴിയുമ്പോൾ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലുള്ള കലഹങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ ഡൈവേഴ്സ് പോലത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മതിൽ കെട്ടി ഇതിനെ ചെറുതാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് മതിൽ കെട്ടി ചെറുതാക്കുമ്പം ഈ സെപ്റ്റി ടാങ്കിനെ കൂടി പുറത്താക്കി മതിൽ കെട്ടുക. ബാത്റൂം നിലവിലുള്ള ടോയ്ലറ്റ് നമുക്ക് പൊളിച്ച് കളയാൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തറ ലെവലിൻ്റെ ഹൈറ്റ് മറ്റ് തറ ലെവലിൻ്റെ ഹൈറ്റിനേക്കാളും കുറച്ചുകൂടി കൂട്ടിക്കൊടുക്കുക. അപ്പം കുറേ ദോഷങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മാറിക്കിട്ടും. അതുപോലെ നമ്മുടെ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ബൗളിൽ കല്ലുപ്പ് നിറച്ചിട്ട് ഈ ടോയ്ലറ്റിൽ വെക്കുന്നതും കുറച്ചൊക്കെ ദോഷങ്ങൾ മാറാനായിട്ട് സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യുവാണെങ്കിൽ വാസ്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ കിഴക്ക് വടക്ക് മൂലം തെക്ക് കിഴക്ക് ഭാഗവും മിസ്സിംഗ് ആയെന്ന് ഞാൻ പറഞ്ഞിട്ട്, കാരണം ദാമ്പത്യത്തിൻ്റെ ഭാഗമാണ് അത് കട്ടായി പോകുന്നത്. ആ ഒരു ഭാഗം കൂടി ഭൂമിക്ക് അടി കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കെട്ടി സ്ക്വയർ ചെയ്തെടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഈ വിഷയങ്ങൾ മാറിക്കിട്ടും. അതുപോലെ ഇപ്പോൾ ഈ ഡൈവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന മക്കളൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പൂർവ്വാധികം സന്തോഷമായിട്ട് ഭർത്താവിനോട് ജീവിക്കുന്നതായിട്ട് കണ്ടുവരും. കാരണം ഈ ഒരു വിഷയങ്ങൾ അങ്ങ് മാറിക്കിട്ടിയാൽ മതി. ഈ ഒരു വിഷയം ഉള്ള വീട്ടിൽ താമസിക്കുമ്പോൾ ഇതുപോലുള്ള ദാമ്പത്യ കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതെപ്പം മാറ്റുന്നു അന്നേരം തൊട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ശമനമാവുകയും ചെയ്യും. ധൈര്യമായിട്ട് ഈ വീട്ടിലെ സുഖകരമായിട്ട് താമസിച്ചു പോകാനും പറ്റും. പഴയ കാലത്തെ വീട് നിർമ്മാണ ശൈലിയിൽ നിന്നും കണ്ടംപററി സ്റ്റൈലിലേക്കും മറ്റ് പലവിധ മോഡലുകളിലേക്കും ഗൃഹനിർമ്മാണം വന്നു. അന്നത്തെ കാലത്തെ നാലുകെട്ട് എന്ന കോൺസെപ്റ്റിൽ നിന്നും ഇന്ന് ഈ കണ്ടംപററി സ്റ്റൈലിൽ എത്തി നിൽക്കുമ്പോൾ വാസ്തുപരമായിട്ട് കുറേ ആൾക്കാർ അവഗണന കാട്ടുകയും അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായിട്ട്, അതായത് സ്റ്റൈലിൻ്റെ പുറകെ പോകുന്നത് കൊണ്ട് തന്നെ വാസ്തു എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതോ നാലുകെട്ട് കാലഘട്ടത്തെ പോലെ തന്നെ ഇന്നും ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നതായിട്ടാണോ തോന്നിയത്? ഇല്ല, ഇപ്പം എൻ്റെ അടുത്ത് പ്ലാൻ വരയ്ക്കാൻ വരുമ്പോൾ നമ്മളതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ കറക്റ്റ് ചെയ്ത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂ അവർക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. കാരണം വെച്ചാൽ നമുക്ക് അതിൻ്റെ വാസ്തുവിൻ്റെ കണക്കനുസരിച്ച് നമ്മളതിൻ്റെ മുറികളും അതിൻ്റെ അളവുകളും അതിൻ്റെ ചുറ്റളവുകളും
പുറം ഭിത്തി അകം ഭിത്തി എല്ലാം നമ്മൾ കൃത്യമാക്കി കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ വ്യൂ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം ചിലപ്പോൾ ഒരാളുടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ട്. കാരണം ചില എല്ലാ ആൾക്കാരും ഈ പറഞ്ഞ പോലെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു ആഗ്രഹമായിരിക്കും ഒരു നല്ലൊരു വീട് പണിയണം എന്നുള്ളത്. അത് എപ്പോഴും നമുക്ക് പണിയാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഒരാളുടെ ജീവിതത്തിൽ മാക്സിമം ഒരു പ്രാവശ്യം അറിയാം ചിലപ്പോൾ വീട് വെക്കാം. പിന്നെ ചില അപൂർവ ജാതകത്തിൽ ചിലപ്പോൾ 3, 4, 5 വീട് വെക്കാനുള്ള യോഗങ്ങളൊക്കെ ഉള്ളവരുണ്ടാകും. പക്ഷേ ഒരു വീട് വെക്കുമ്പോൾ അവർക്ക് അവരുടേതായ കുറേ ആഗ്രഹങ്ങളുണ്ട്. കാരണം ഇപ്പോൾ കുട്ടികളുണ്ടാകും, കുട്ടികൾക്കൊരാഗ്രഹം ഉണ്ടാവും, ആഗ്രഹം ഉണ്ടാവും, ഭർത്താവിനൊരാഗ്രഹം ഉണ്ടാവും, അച്ഛനും അമ്മയ്ക്കൊക്കെ അവരുടേതായ ചിന്താഗതിക്കാരാണ്. കാരണം ഇപ്പോൾ എനിക്ക് വരുന്നതൊക്കെ മോഡേൺ ചിന്താഗതിയിൽപ്പെട്ട ആൾക്കാരാണ്. ഇന്ന സ്ഥലത്ത് അകത്ത് സ്വിമ്മിംഗ് പൂൾ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സംഭവങ്ങളെല്ലാം നമുക്ക് വാസ്തുവിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടംപററി സ്റ്റൈൽ വേണമെന്നോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ 4 കെട്ട് വേണമെന്നോ ഒക്കെ പറഞ്ഞാലും നമുക്കത് വാസ്തുവിൻ്റെ കറക്റ്റ് കണക്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടംപററി സ്റ്റൈലാകുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഉള്ള വ്യൂവിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഫൗണ്ടേഷൻ പഴയ പോലെ തന്നെയാണ്. ബേസിക് ഫൗണ്ടേഷൻ നമ്മൾ കറക്റ്റ് കണക്കനുസരിച്ചായിരിക്കും ചെയ്യുക. വ്യൂ കൊടുക്കുമ്പോൾ മാത്രം നമ്മൾ കണ്ടംപററി സ്റ്റൈലിലോ 4 കെട്ടിലോ മാറ്റി കൊടുക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ 4 കെട്ടിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്കൊരു 2000-2200 സ്ക്വയർ ഫീറ്റ് നമ്മൾ 4 കെട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് 4 കെട്ടിന് സ്പേസൊക്കെ വളരെ ഇടുക്കായിരിക്കും. പക്ഷേ കുറഞ്ഞ ഒരു 3000-3500 സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ളൊരു വീടാണെങ്കിൽ നമുക്ക് ഒറ്റ നിലയായിട്ട് 4 കെട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സ്പേസ് കിട്ടും, കുറച്ചുകൂടെ സൗകര്യങ്ങളുണ്ടാവും. ചെറിയ ഏരിയയിൽ നമുക്ക് 4 കെട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഇടുക്ക് ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ ആ ഒരു സ്പേസൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ കണ്ടംപററി സ്റ്റൈലാണെന്നുണ്ടെങ്കിലും 4 കെട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വാസ്തുവിൻ്റെ ബേസ് അനുസരിച്ച് നമുക്ക് ചെയ്യുവാണെങ്കിൽ അതുമായിട്ട് യാതൊരു ദോഷങ്ങളുമില്ല. പിന്നെ ചില ആൾക്കാർക്ക് കണ്ടംപററി സ്റ്റൈൽ വേണമെന്ന് പറഞ്ഞു വരുന്നുണ്ട്, ചിലർക്ക് 4 കെട്ട് മോഡൽ വേണം, ചിലർക്ക് ട്രഡീഷണൽ ലുക്ക് വേണമെന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഇതിൽ ഏത് ലുക്കിലാണെന്നുണ്ടെങ്കിലും വാസ്തുവിൻ്റെ പ്ലാൻ അതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ദോഷങ്ങളും ബാധിക്കത്തില്ല. വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പിക്കാവുന്നതാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഞങ്ങൾക്കും എഴുതി അറിയിക്കേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ, ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ വിടവാങ്ങുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ. അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.